ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എന്റെ പ്രിയങ്ക മോളെ കാണണം. പ്രിയങ്ക മോളെ, പ്രിയങ്ക മോളെ, എവിടെ മോളെ? പ്രിയങ്കേ മോളെ, എനിക്ക് എന്റെ മോളെ കാണണം. എനിക്ക് എന്റെ പ്രിയങ്ക മോളെ കാണണം. ആരാ ഇത്? എന്താ ഇവിടെ? ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഇങ്ങനെ ബഹളം വെക്കാവോ? എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാ ഞാൻ കരയില്ലേ ഡോക്ടറെ? നിങ്ങളൊക്കെ എവിടുത്തെ ഡോക്ടറാ? ഇവര് മൂന്നാളും പറഞ്ഞു പറ്റിച്ച കഥയും കേട്ട് ഡോക്ടർ വെറുതെ നിൽക്കുകയാണോ? ഇത് ചതിയാ ഡോക്ടറെ. എനിക്ക് എന്റെ കൊച്ചിനെ കണ്ടേ പറ്റൂ. എനിക്ക് എന്റെ പ്രിയങ്ക മോളെ കാണണം. നിങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളൊന്നും എനിക്കറിയില്ല. പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാ. ഇപ്പൊ കാണാൻ അനുവദിക്കില്ല. അയ്യോ അയ്യോ, എന്റെ മോളെ, അയ്യോ. എനിക്ക് മനസ്സിലായി. എന്റെ കൊച്ചിനെ നിങ്ങൾ അകത്ത് കൊന്നിട്ടിരിക്കല്ലേ. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് എന്നെ കാണിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുക. ഈ നിൽക്കുന്നതൊക്കെ മൃഗങ്ങളാ ഡോക്ടറെ. ഇതൊരു മൃഗം, ഇതേ വേറൊരു മൃഗം. ദേ ഇവളാണ് മാരക വിഷമുള്ള കടുത്ത മൃഗം. ഷട്ടപ്പ്. ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ സെക്യൂരിറ്റി വിളിച്ച് എനിക്ക് നിങ്ങളെ പുറത്താക്കേണ്ടി വരും. എന്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ കൊച്ചെനിക്ക് ജീവനാ. അവക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്നോടാ. അവൾ എങ്ങനെ ബോധം കെട്ടിക്കിടന്നാലും എന്റെ കൊച്ച് എണീറ്റ് വരും ഡോക്ടറെ. ഞാൻ ഡോക്ടറുടെ കാല് പിടിക്കാം. എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കാണണം ഡോക്ടറെ. സൂര്യ, എന്താ ഇത്? ഡോക്ടറെ, ഒന്ന് അനുവദിക്ക്, ഞാനൊന്ന് കണ്ടോട്ടെ. സിസ്റ്റർ, ഇവരെ അകത്ത് കൊണ്ടുപോയി പേഷ്യന്റിനെ ഒന്ന് കാണിക്ക്. ഡിസ്റ്റർബ് ചെയ്യാൻ സമ്മതിക്കണ്ട. ശരി ഡോക്ടർ. ചെന്ന് കണ്ടോളൂ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല ഡോക്ടറെ, ഞാനിവിടെ മിണ്ടാണ്ടും അനങ്ങാണ്ടും നിന്നോളാം. നന്ദിയുണ്ട് ഡോക്ടറെ. പ്രിയങ്കയുടെ മുത്തശ്ശിയാ ഇങ്ങനെയൊക്കെയാ ശീലം. മറ്റു പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾ അവരൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. സൂര്യ, സുകുമാരി അമ്മ എങ്ങനെയാ ഈ വിവരം അറിഞ്ഞത്? അറിയില്ലമ്മേ. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞതായിരിക്കും ഏട്ടാ. ദുരന്തങ്ങൾ ആഘോഷിക്കുന്നവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നോക്ക്, രണ്ടുപേരോടും കൂടി ഞാനൊരു കാര്യം പറയാം. സമാധാനം കാണിക്കേണ്ടത് നമ്മളാ.